ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് ബഷീർ ദിന ക്വിസാണ്. മൂക്ക് പ്രധാന കഥാപാത്രമായി എത്തുന്ന ബഷീർ കൃതി ഏതാണ്? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏതാണ്? ഉത്തരം സർപ്പയജ്ഞം. സാഹിത്യത്തിലെ ആധുനികതയുടെ ശബ്ദം എന്നറിയപ്പെട്ട ബഷീർ കൃതി ഏതാണ്? ഉത്തരം ബഷീറിന്റെ ശബ്ദങ്ങൾ എന്ന കൃതി. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മകൻ അനീസ് കഥാപാത്രമായി വരുന്ന മലയാള നോവൽ ഏതാണ്? ഉത്തരം സമുദ്രശില എന്ന നോവൽ. ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു. ഇങ്ങനെ പറഞ്ഞ നിരൂപകൻ ആരാണ്? ഉത്തരം MN വിജയൻ. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് വിജയകൃഷ്ണൻ തയ്യാറാക്കിയ പഠനകൃതിയുടെ പേര് എന്താണ്? ഉത്തരം ഇരുട്ടിൽ ഉറങ്ങാതിരിക്കുന്ന ഒരാൾ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ യഥാർത്ഥ പേര് എന്താണ്? ഉത്തരം കൊച്ചു മുഹമ്മദ്. ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേരെന്താണ്? ഉത്തരം ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേര് ഉജ്ജീവനം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജീവിത നിഴൽപ്പാടുകൾ എന്ന നോവൽ പുറത്തിറങ്ങിയത് എന്നാണ്? ഉത്തരം 1954. ബഷീറിന്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയത് ആരാണ്? ഉത്തരം ഫാബി ബഷീർ. VJ ജെയിംസിന് ഏത് നോവലിനാണ് ബഷീർ പുരസ്കാരം ലഭിച്ചത്? ഉത്തരം നിരീശ്വരൻ. ഭാർഗവി നിലയം എന്ന സിനിമയിലെ നായിക ആരായിരുന്നു? ഉത്തരം വിജയ നിർമ്മല. ബഷീറിന്റെ ഏത് കൃതിക്കാണ് G ശങ്കരക്കുറുപ്പ് അവതാരിക എഴുതിയത്? ഉത്തരം കഥാബീജം. ബഷീറും ഭാര്യ ഫാത്തിമ ബീവിയും കഥാപാത്രങ്ങളായി വന്ന കൃതി ഏതാണ്? ഉത്തരം ഭൂമിയുടെ അവകാശികൾ. പോക്കറ്റടിക്കാരന്റെ കഥ പറയുന്ന ബഷീറിന്റെ കൃതി ഏതാണ്? ഉത്തരം ഒരു മനുഷ്യൻ. ബഷീറിനെ കുറിച്ചുള്ള ബഷീർ മാല എന്ന പാട്ടുകാവ്യത്തിന്റെ കർത്താവ് ആരാണ്? ഉത്തരം MN കാരശ്ശേരി. ആനപ്പൂട എന്ന ബഷീറിന്റെ ചെറുകഥ പുറത്തിറക്കിയത് എന്നാണ്? ഉത്തരം 1975. 2017 പ്രീതി ശരീരം എന്ന കവിതയ്ക്ക് ബഷീർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഉത്തരം സെബാസ്റ്റ്യൻ. പാത്തുമ്മയുടെ ആട് എന്ന നോവലിലെ നായിക യഥാർത്ഥ ജീവിതത്തിൽ ബഷീറുമായി എന്താണ് ബന്ധം? ഉത്തരം ബഷീറിന്റെ സഹോദരി. ഏത് വർഷമാണ് കേന്ദ്ര സർക്കാർ ബഷീറിന്റെ ചിത്രം പതിച്ച സ്റ്റാമ്പും പ്രഥമ ദിനകവറും പുറത്തിറക്കിയത്? ഉത്തരം 2009 ജനുവരി 1. ബഷീറിന്റെ സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന നോവൽ പ്രസിദ്ധീകരിച്ചത് എന്നാണ്? ഉത്തരം 1953. ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളെയും സ്നേഹിക്കണമെന്നായിരുന്നു ബഷീർ തത്വം. ഇത് തെളിയിക്കുന്ന അദ്ദേഹത്തിന്റെ കഥ ഏതാണ്? ഉത്തരം ഭൂമിയുടെ അവകാശികൾ. ബഷീറിന്റെ കൃതിയായ ശിങ്കിടി മുങ്കൻ പ്രസിദ്ധീകരിച്ചത് എന്നാണ്? ഉത്തരം 1991 ശിങ്കിടി മുങ്കൻ പ്രസിദ്ധീകരിച്ചത്. വൈക്കം മുഹമ്മദ് ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാളിന്റെ പേരെന്താണ്?
ഉത്തരം സർക്കിൾ ബുക്ക് സ്റ്റാൾ എന്നാണ് വൈക്കം മുഹമ്മദ് ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാളിൻ്റെ പേര്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ. വീഡിയോ ഉപകാരപ്രദമായാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.